പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്ത പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ശലോമോൻ യഹോവയുടെ ആലയവും തൻ്റെ അരമനയും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം ഹൂരാം ശലോമോന് കൊടുത്ത പട്ടണങ്ങളെ ശലോമോൻ പണിതുറപ്പിച്ച് അവിടെ ഇസ്രായേലിയരെ പാർപ്പിച്ചു. അനന്തരം ശലോമോൻ ഹമാത്ത് സോബയിലേക്ക് പോയി അതിനെ ജയിച്ചു. അവൻ മരുഭൂമിയിൽ തദ്മോരും ഹമാത്തിൽ അവൻ പണിതിരുന്ന സംഭാര നഗരങ്ങളുമെല്ലാം ഉറപ്പിച്ചു. അവൻ മേലത്തെ ബേത് ഹോരോനും താഴത്തെ ബേത് ഹോരോനും മതിലുകളോടും വാതിലുകളോടും ഓടാമ്പലുകളോടും കൂടിയ ഉറപ്പുള്ള പട്ടണങ്ങളായും ബാലാത്തും ശലോമോനുണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും സകല രഥനഗരങ്ങളും കുതിരച്ചേവകർക്കുള്ള പട്ടണങ്ങളും യെരുശലേമിലും ലെബാനോനിലും തൻ്റെ രാജ്യത്തെല്ലായിടവും പണിവാൻ ശലോമോൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു. ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിങ്ങനെ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജനത്തെയും ഇസ്രായേലിയർ സംഹരിക്കാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ എന്നിവരെയും ഊഴിയവേലക്കാരാക്കി. ഇസ്രായേലിയരിൽ നിന്നോ ശലോമോൻ ആരെയും തൻ്റെ വേലയ്ക്ക് ദാസന്മാരാക്കിയില്ല. അവർ യോദ്ധാക്കളും അവൻ്റെ സേനാനായക ശ്രേഷ്ഠന്മാരും രഥങ്ങൾക്കും കുതിരച്ചേവകർക്കും അധിപന്മാരും ആയിരുന്നു. ശലോമോൻ രാജാവിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരും ജനത്തിൻ്റെ മേൽവിചാരകന്മാരുമായ ഇവർ 250 പേരായിരുന്നു. ശലോമോൻ ഫറവോന്റെ മകളെ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് താൻ അവൾക്ക് വേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ അരമനയിൽ എൻ്റെ ഭാര്യ പാർക്കരുത്, യഹോവയുടെ പെട്ടകം അവിടെ വന്നിരിക്കിയാൽ അത് വിശുദ്ധമല്ലോ എന്ന് അവൻ പറഞ്ഞു. ശലോമോൻ താൻ മണ്ഡപത്തിന് മുമ്പിൽ പണിത യഹോവയുടെ ആ യാഗപീഠത്തിന്മേൽ അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നതുപോലെ മോശയുടെ കൽപ്പന പ്രകാരം ശബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തിൽ, വാരോത്സവത്തിൽ, കൂടാരങ്ങളുടെ ഉത്സവത്തിൽ ഇങ്ങനെ ആണ്ടിൽ 3 പ്രാവശ്യവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കഴിച്ചു പോന്നു. അവൻ തൻ്റെ അപ്പനായ ദാവീദിന്റെ നിയമപ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്കും അതത് ദിവസം വേണ്ടിയിരുന്നതുപോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ലേവ്യരെ അവരുടെ പ്രവൃത്തികൾക്കും വാതിൽ കാവൽക്കാരെ അവരുടെ കൂറുകൾക്കും ഒത്തവണ്ണം അതത് വാതിലിനു നിയമിച്ചു. ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന. യാതൊരു കാര്യത്തിലും ഭണ്ഡാരത്തെ സംബന്ധിച്ചും പുരോഹിതന്മാരോടും ലേവ്യരോടുമുണ്ടായ രാജകൽപ്പന അവർ വിട്ടുമാറിയില്ല. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോന്റെ പ്രവൃത്തിയൊക്കെയും സാധ്യമായി വന്നു. അങ്ങനെ യഹോവയുടെ ആലയം പണിതു തീർന്നു. ആ കാലത്തും ശലോമോൻ ഏദോം ദേശത്ത് കടൽക്കരയിലുള്ള എസ്യോൻ ഗേബേരിലേക്ക് ഏലോത്തിലേക്കും പോയി. ഹൂരാം തൻ്റെ ദാസന്മാർ മുഖാന്തരം കപ്പലുകളെയും സമുദ്രപരിചയമുള്ള ആളുകളെയും അവൻ്റെ അടുക്കൽ അയച്ചു. അവർ ശലോമോന്റെ ദാസന്മാരോടുകൂടെ ഓഫീരിലേക്ക് ചെന്ന് 450 താലന്ത് പൊന്നു വാങ്ങി ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വായിച്ചതായ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.